നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്ന ആവശ്യം. സഹകരണ മേഖലാ ജീവനക്കാരുടെ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ഭിക്ഷാടന മാഫിയക്കെതിരെ ബോധവൽക്കരണം. ചിത്താരിയിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. വനാവകാശ നിയമം നടപ്പിലാക്കണം. ആദിവാസി കൂട്ടായ്മ കാലിച്ചാനടുക്കത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിക്കായി നിർമ്മിച്ച AKTA ഭവൻ കോവൽ സ്റ്റോറിൽ തുറന്നു. ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന്റെ പാണത്തൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം. ജിംഗിൾ ബെൽസ് 2016 റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ തുടക്കമിട്ടു. കുട്ടിയെ അറിയാൻ സർവേ നടത്തി കുട്ടികളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് സഹായങ്ങൾ എത്തിച്ച മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. തറവാടുകളിലും ദേവസ്ഥാനങ്ങളിലും കളിയാട്ടക്കാലം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്ന ആവശ്യം. സഹകരണ മേഖലാ ജീവനക്കാരുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സഹകരണ മേഖലാ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കോട്ടച്ചേരി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കറൻസിയിൽ 85% 500ന്റെയും 1000ന്റെയും നോട്ടുകളാണ്. നിലവിലുള്ള കറൻസിയിൽ 85% 1000ന്റെയും 500ന്റെയുമാണ്. അതാണ് നിരോധിക്കുന്നത്. ബാക്കി വരുന്ന 15% മാത്രമേ 100 മുതൽ താഴോട്ടുള്ള നോട്ടുകൾ നമ്മുടെ രാജ്യത്ത് ലഭ്യമുള്ളൂ. അപ്പോൾ ഇവിടെ അടിച്ചിറക്കിയതായിട്ട് 2000ന്റെ നോട്ടാണ്. ആ 2000ന്റെ നോട്ട് ATM-ൽ കൊണ്ട് വെക്കുക എന്ന് വെച്ചാൽ അതിനുള്ള ഒരു ഭൗതിക സാഹചര്യവും ഒരുക്കിയിട്ടില്ല. വെറും ബലായകളെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാതെ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ എടുത്ത തീരുമാനം, ആ തീരുമാനം എടുത്ത ഇല്ല എന്ന് പറയാനുള്ള അധികാരം ഇല്ലത്തെ മൂപ്പന് ഇല്ലു എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തീരുമാനമെടുത്ത് അദ്ദേഹം നേരെ ജപ്പാനിലേക്ക് പോവുകയാണ്. പക്ഷെ രാജ്യത്തെ പ്രതിഷേധത്തിന്റെ തീജ്വാലകൾ ഉയർന്നു. ഇത് ഇന്നോ ഇന്നലെയോ ആലോചിച്ച കാര്യമായിരിക്കില്ല. ഏതാണ്ട് 1.5 കൊല്ലം മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ, ഇങ്ങനെ നോട്ട് നിരോധിക്കേണ്ടതിനെ കുറിച്ചൊക്കെ ആലോചന ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. K. ദിനേശൻ അധ്യക്ഷനായി. ചിത്താരി ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ഭിക്ഷാടന മാഫിയക്കെതിരെയാണ് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. ചിത്താരി ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഭിക്ഷാടന മാഫിയക്കെതിരെ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് DYSP K. ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ ഇവിടെ ഭിക്ഷാടന മാഫിയക്കെതിരെ സംസാരിക്കുമ്പോൾ അതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കതിനെ പത്രവാർത്തയിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വരുന്നത് കമ്പി വടിയും കുപ്പിയും കല്ലുകളൊക്കെ ആയിട്ടാണ്, കത്തികളൊക്കെ ആയിട്ടാണ് സ്കൂളിൽ വരുന്നത്. അപ്പോൾ ഇതിന് ഒരു അറുതി വരുത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ പതിവിന് വിപരീതമായിട്ട് ആ PTA യോഗത്തിൽ ഞാനും പങ്കെടുത്തു. ഞാൻ തന്നെ ആണ് ആ PTA യോഗം വിളിക്കാൻ മുൻകൈ എടുത്തത്. അതിൽ ഭൂരിപക്ഷം അമ്മമാരും ആവശ്യപ്പെട്ട ഒരു കാര്യം,
ഈ ക്ലബ്ബുകൾ, ഇവിടെ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾ 8 മണിക്ക് അടക്കണമെന്നില്ല. എല്ലാവരും ആവശ്യപ്പെട്ടു, ഒറ്റ സ്വരത്തിൽ ആവശ്യപ്പെട്ടു, അമ്മമാരെ ആവശ്യപ്പെട്ടതാണ് 8 മണിക്ക് ക്ലബ്ബുകൾ അടക്കണം. എങ്ങനെയാണ് നടത്തിക്കാൻ പറ്റും? അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ക്ലബ്ബ് ഭാരവാഹികളെയും വിളിച്ചു വരുത്തി ഇത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നുള്ളതാണ്. 12 മണി വരെ ക്ലബ്ബ് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ക്ലബ്ബിന് അങ്ങനെ ഉദ്ദേശം ഉണ്ടാവണമെന്നില്ല. പക്ഷേ പല കുട്ടികളും വീട് വിട്ടിറങ്ങുന്നത് ക്ലബ്ബിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പലരും തിരിച്ചു പോകുന്നത് 1 മണിക്കും 2 മണിക്കല്ല ആണ്. അതിനിടയിൽ അവരെ കാട്ടിക്കൂട്ടുന്ന വിക്രയകൾ നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവരും അനുഭവത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ചെറിയ കുട്ടികളാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് മുതിർന്നവർ പിന്നീട് ഈ കുട്ടികളെ നമ്മൾ ചിത്രത്തിലേ കാണുന്നില്ല. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇരുട്ടിൻ്റെ മറവിൽ പോകുന്നു. പക്ഷേ പിന്നീട് അത് ഏറ്റുപിടിക്കുന്നത് മുതിർന്നവരാണ്. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരൻ മുഖ്യാതിഥിയായിരുന്നു. അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ വെള്ളിക്കോത്ത്, പി നസീമ ടീച്ചർ, അഡ്വക്കേറ്റ് സി ഷുക്കൂർ, രവീന്ദ്രൻ രാവണീശ്വരം, ടി കെ നാരായണൻ കൊടവലം, വേലായുധൻ, പി വി സുരേഷ്, കെ സബീഷ്, ദാമോദരൻ മടിയൻ, ബഷീർ ആറങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. വനാവകാശ നിയമം നടപ്പിലാക്കണമെന്ന ആവശ്യം. ആദിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാലിച്ചാനടുക്കത്ത് ഏകദിന ശില്പശാല നടന്നു. മൂപ്പിൽ സംഘമിത്ര പട്ടികവർഗ പുരുഷ സംഘം ഓഫീസിൽ വെച്ചാണ് ഏകദിന ശില്പശാല നടന്നത്. സംഘമിത്ര പട്ടികവർഗ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും ഉദയനഗർ മൂപ്പിൽ എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കോടുമ്പേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി കുഞ്ഞിക്കണ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. എ മാരി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഭൂപേഷ്, എം മുസ്തഫ, സി മധു, ബാബു കെ ടി, രാമചന്ദ്രൻ, ആർ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗോത്രഭൂമി പത്രാധിപർ രാജേന്ദ്ര പ്രസാദ്, അഡ്വക്കേറ്റ് സിന്ധുരാജ്, അഡ്വക്കേറ്റ് ഇന്ദുജ, അഡ്വക്കേറ്റ് ഗോപിക തുടങ്ങിയവർ സംസാരിച്ചു. ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന്റെ പാണത്തൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജിംഗിൾ ബെൽസ് 2016 ആഘോഷങ്ങൾക്കും തുടക്കം. ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിൽ സാമൂഹ്യ സേവന രംഗത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്ത് 34 കേന്ദ്രങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന്റെ പാണത്തൂർ സെന്ററിലെ ക്രിസ്മസ് ആഘോഷം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി പ്രത്യേകിച്ച് സമൂഹത്തിൽ നന്മ ചെയ്യാനുള്ള താല്പര്യത്തോടുകൂടി ഇവിടെ സംഘടിപ്പിക്കുന്ന പരിപാടിയായിട്ടാണ് ബ്രിഡ്ജ് ഓഫ് ഹോപ്പിൻ്റെ എല്ലാ പരിപാടികളും കാണാൻ കഴിയുന്നത്. നമുക്ക് ആവശ്യമുള്ള കുട്ടികൾക്കൊക്കെ പരിശീലനം നൽകാനും ട്യൂഷൻ എടുക്കാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ഒരു ശ്രമകരമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്നത് സന്തോഷകരമായ കാര്യമാണ്. ബലൂണുകൾ പറത്തിവിട്ടാണ് ജിംഗിൾ ബെൽസ് 2016 ക്രിസ്മസ് ആഘോഷത്തിന് തുടക്കമിട്ടത്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഫാദർ ജോർജ് ആലങ്ങാട്ട് അധ്യക്ഷനായി. ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന്റെ പുസ്തക പ്രകാശനവും നടന്നു. പനത്തടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി തമ്പാൻ കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറി. ചടങ്ങിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന് സ്വീകരണം നൽകി. ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന്റെ ഉപകാരം BOH പാണത്തൂർ സെന്റർ കോർഡിനേറ്റർ വിശാൽ ആന്റണി കൈമാറി. ബ്രിഡ്ജ് ഓഫ് ഹോപ്പിൽ അംഗങ്ങളായ പ്രദേശത്തെ 185 കുട്ടികൾക്ക് സൗജന്യ വസ്ത്രവും വീട്ടുപകരണങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കേരളത്തിനകത്തും പുറത്തുമായി സാമൂഹ്യ സേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളാണ് ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. കുട്ടികൾക്കായി പ്രത്യേക ക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുന്നതായി ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് പാണത്തൂർ സെന്റർ കോർഡിനേറ്റർ വിശാൽ ആന്റണി പറഞ്ഞു. ഏഷ്യയിലുടനീളം 1 ലക്ഷത്തോളം കുട്ടികൾക്ക് ആവശ്യമായ സഹായങ്ങൾ, പ്രത്യേകമായി വിദ്യാഭ്യാസത്തിനാവശ്യമായ സഹായങ്ങൾ നൽകിയാണ് ഈ സംഘടന
മുമ്പോട്ട് പോകുന്നത്. പാണത്തൂരിനെ സംബന്ധിച്ച് 155ഓളം കുട്ടികൾ ഇപ്പോൾ അംഗങ്ങളാണ്. നിരവധി കുട്ടികൾ തങ്ങളുടെ വിദ്യാഭ്യാസത്തിന് സഹായകരമായ വിധം പല പ്രവർത്തനങ്ങളും നൽകാൻ ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന് സാധിച്ചു എന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകമായി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായ കാര്യങ്ങൾ, പുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, ബാഗുകൾ, കുടകൾ, മറ്റ് ഡ്രസ്സുകൾ, മറ്റ് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ തുടങ്ങിയവ സൗജന്യമായി ആണ് നമ്മൾ നൽകുന്നത്. ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. പഠന സൗകര്യങ്ങളുടെ അപര്യാപ്തത അനുഭവിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃകയായി. കുട്ടിയെ അറിയാൻ സർവേയുടെ ഭാഗമായാണ് പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. പഠന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം പ്രയാസങ്ങൾ നേരിടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃകയായി. കുട്ടിയെ അറിയാൻ സർവേയുടെ ഭാഗമായാണ് അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. തുടർന്ന് ഇത്തരമൊരു പ്രവർത്തനത്തിന് നേതൃത്വമേകുകയുണ്ടായി. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ പഠനോപകരണങ്ങൾ കൈമാറി. ഈ പരിപാടി എന്ന രീതിയിൽ നമുക്ക് സ്വമനസാലെ മുന്നോട്ട് വന്ന പരിപാടി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം, നിങ്ങളൊക്കെ തന്നെ വിവിധ സാമൂഹ്യ സാഹചര്യ ചുറ്റുപാടിൽ നിന്നൊക്കെ തന്നെ വരുന്നവരാണ്. ഒരാൾ വീട്ടിലെ ചുറ്റുപാടും സാഹചര്യങ്ങളും എല്ലാം മറ്റുള്ള ആൾ വീട്ടിലുള്ളത് എല്ലാ ആളുകൾക്കും ഒരേപോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പല കുട്ടികൾക്കും പഠനത്തിൽ മുന്നേറാൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒക്കെ ഒട്ടനവധി വിഷമതകളും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇപ്രാവശ്യം മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പഠന വൈകല്യമുള്ള കുട്ടികളെ കണ്ടെത്താനും അതുപോലെ തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക പ്രോജക്റ്റ് തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് വരിക. PTA പ്രസിഡന്റ് ഒ കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. വാർഡംഗം സി ഇന്ദിര, SMC ചെയർമാൻ ടി രാജൻ, കെ നാരായണൻ, സുരേഷ് കൊക്കോട്ട്, എം ബാലൻ, TV രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ഹോട്ടൽ ഫോർട്ട് വിഹാറിലാണ് കൺവെൻഷൻ നടന്നത്. ഞാനിപ്പോൾ എൻ്റെ അനുഭവം തൊട്ട് താഴെ മരുന്ന് കഴിക്കാൻ വേണ്ടി ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി കയ്യിലാണെങ്കിൽ 2000 രൂപ കിട്ടും. മരുന്നിന് 120 കൊടുക്കാനില്ല. പക്ഷേ ചില ചേഞ്ച് മെഡിക്കൽ ഷോപ്പ് ചെയ്യുന്നില്ല. അവസാനം ഇന്ന് ഗുളിക 20 രൂപ കൊടുത്ത് ഇന്ന് ഉച്ചക്ക് കഴിക്കേണ്ട ഗുളിക മാത്രമാണ് 20 രൂപ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ അവസ്ഥ. എനിക്കിപ്പോൾ ഉണ്ടായ അനുഭവം ഞാൻ നമ്മളത് പങ്കുവെക്കാം. ഇന്നലെ ജീവിച്ചതുപോലെ നാളെ ജീവിക്കാൻ കഴിയുമോ എന്ന ആദിയിലാണ് ഓരോരുത്തരും. ആധാരമെഴുത്ത് അസോസിയേഷന്റെ ഹോസ്ദുർഗ് യൂണിറ്റ് കൺവെൻഷൻ നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് P മോഹൻദാസ് അധ്യക്ഷനായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ജാഫർ, DV ബാലകൃഷ്ണൻ, സുനിൽകുമാർ കൊട്ടറ, കുഞ്ഞമ്പു പൊതുവാൾ, PP കുഞ്ഞികൃഷ്ണൻ നായർ, ബേബി ലത, യൂണിറ്റ് സെക്രട്ടറി VV വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിക്കായി നിർമ്മിച്ച AKTA ഭവൻ ഉദ്ഘാടനം നടന്നു. കോവൽ സ്റ്റോർ പരിസരത്താണ് AKTA ഭവൻ നിർമ്മിച്ചത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിക്കായി കോവൽ സ്റ്റോർ പരിസരത്ത് നിർമ്മിച്ച AKTA ഭവൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 16ഓളം ക്ഷേമനിധികളെ വ്യത്യസ്ത തൊഴിൽ മേഖലകളിലായി പ്രവർത്തിക്കുന്നതിൽ തന്നെ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയെ സംബന്ധിച്ചിടത്തോളം, അതിൽ നിന്ന് പെൻഷൻ പറ്റിയ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തെ പോലും കുടിശ്ശികകളിടാതെ കൃത്യമായി ത്രൈമാസിക പെൻഷനുകൾ വാങ്ങിക്കൊടുത്തിട്ടുള്ള, അത് ലഭിച്ചിട്ടുള്ള ഏക തൊഴിലാളി വിഭാഗമാണ് തയ്യൽ തൊഴിലാളികൾ എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. അതിനോടൊപ്പം തന്നെ കാലഘട്ടത്തിന്റെ മാറ്റമനുസരിച്ച് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഓർമ്മപ്പെടുത്തുന്നത് കറൻസി രഹിത ഇന്ത്യ നടക്കുമോ നടക്കത്തില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. കറൻസി രഹിതമായ ഇന്ത്യ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലും സങ്കല്പത്തിലൂടെ കണ്ട ഇന്ത്യൻ ജനത 135 കോടിയിൽ പരം വരുന്ന ജനത, അത്രയും ജനത പൂർണ്ണമായി സാക്ഷരതയിൽ കടന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഒന്ന് ഓർക്കേണ്ടിയിരുന്നു. കടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനിയും ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ വൈദ്യുതി പോലും ലഭിച്ചിട്ടില്ലാത്ത ഗ്രാമങ്ങളുണ്ട്.
നിരക്ഷരായിട്ടുള്ള പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ട്. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് കെ കുഞ്ഞമ്പു അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് കെ മനുക്കുട്ടൻ, സംസ്ഥാന കമ്മിറ്റി ട്രഷറർ എം വി സെബാസ്റ്റ്യൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഉണ്ണികൃഷ്ണൻ, കൌൺസിലർ കെ കെ ഗീത, കെ വി ബാലൻ, സി രവീന്ദ്രൻ, പി എൻ വിജയൻ നമ്പ്യാർ, ജില്ലാ സെക്രട്ടറി കെ വി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഗ്രാമിക് ബാങ്ക് മധൂർ ശാഖ ജീവനക്കാരുടെ പക്ഷപാതപരമായ സമീപനത്തിൽ പ്രതിഷേധിച്ച് ബാങ്ക് ശാഖയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഡിവൈഎഫ്ഐ മധൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പണവും വാഹനവും കൈമുതലുള്ള ആട്ടന്മാരുടെ സേവകരായി മാറുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കിനിമേലാകില്ല. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബാങ്കിനകത്തുള്ള ചില ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവർക്ക് ഇഷ്ടമുള്ള നിലയിൽ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ ക്രമക്കേടും ഇതുപോലെ വഴിവിട്ട രൂപത്തിൽ ചില ആളുകളെ മാത്രം സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതിയല്ല. ഇവർക്ക് തോന്നുന്നത് ഞങ്ങളിപ്പോ ആനപ്പുറത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ആനപ്പുറത്ത് ഇരിക്കുന്ന ആളുകളോട് നായ വരച്ചതുപോലെയാണ് എന്ന മനോഭാവത്തോടു കൂടിയാണ് ബാങ്കിനകത്തെ ഉദ്യോഗസ്ഥന്മാർ ചില്ലുകൊട്ടാരത്തിനുള്ളിൽ ഇരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ കമ്പിവല കൂട്ടിനുള്ളിൽ ഇരിക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ആനപ്പുറത്തായിരിക്കില്ല, നിങ്ങൾ താഴേക്ക് വരും എന്ന കാര്യത്തിൽ നിങ്ങൾ നല്ലതുപോലെ ഓർത്തോ. ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പരിപാടിക്ക് അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു. നോട്ട് നിരോധനത്തിൽ പ്രയാസപ്പെടുന്ന സാധാരണക്കാരോട് പക്ഷപാതപരമായി പെരുമാറുന്ന മധൂർ കേരള ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെ സമീപനത്തിനെതിരെയാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത്. ബാങ്കിലേക്ക് സമ്പന്നരെയും പ്രമാണികളെയും മാത്രം കടത്തിവിടുന്ന ജീവനക്കാരുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ പറഞ്ഞു. പരിപാടിയിൽ എ രവീന്ദ്രൻ, എം കെ രവീന്ദ്രൻ, സുഭാഷ്, ഭുജംഗശെട്ടി, സി എം ബഷീർ, ഫൈസൽ അരമന, അജിത് പാറക്കട്ട എന്നിവർ സംസാരിച്ചു. സഹകരണ മേഖല സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ജീവനക്കാരുടെ സംഘടനകൾ മേഖലാ കൺവെൻഷൻ നടത്തി. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു പരിപാടി. സഹകരണ മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജീവനക്കാരുടെ സംഘടനകൾ മേഖലാ കൺവെൻഷൻ നടത്തിയത്. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ എൻ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സഹകരണ മേഖല ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്രതിസന്ധി തുടങ്ങിയത് നവംബർ 8-ാം തീയതി രാത്രി മുതലാണ്. ഞാൻ അത്ഭുതപ്പെടുന്നത് ഞാൻ മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ MLA-മാർ, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MLA-മാർ ഇങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് പറ്റി. ഇത് രാഷ്ട്രീയക്കാരുടെ മാത്രം, രാഷ്ട്രീയക്കാർ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യുന്ന വെറും ജോലിക്കാരായി രാഷ്ട്രീയക്കാർ മാറിയിരിക്കുകയാണ്. ജനങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നതിലാണ് നമുക്ക് അത്ഭുതം. ജില്ലയിൽ നടക്കുന്ന മേഖല പ്രകടന ജാഥയുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷനിൽ പ്രമുഖ സഹകാരികൾ പങ്കെടുത്തു. അതിയാമ്പൂർ മുതൽ വെള്ളായിപ്പാലം വരെയുള്ള തോട് പാർക്കോ ക്ലബ് പ്രവർത്തകർ ശുചീകരിച്ചു. ശുചീകരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കാട് നിറഞ്ഞും മാലിന്യം ഒഴുക്കിവിട്ടും നാശത്തെ നേരിടുന്ന അതിയാമ്പൂർ തോട് അതിയാമ്പൂർ പാർക്കോ ക്ലബ് പ്രവർത്തകർ ശുചീകരിച്ചു. ക്ലബ് പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ തോടിലെ മാലിന്യം പൂർണ്ണമായും നീക്കുകയുണ്ടായി. പ്രവർത്തനങ്ങൾക്ക് പാർക്കോ ക്ലബ് പ്രവർത്തകരായ പ്രജീഷ് പി, സാലു PV, കുഞ്ഞുണ്ണി, പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിനായി MLA അനുവദിച്ച അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം ജനുവരി 7-ന് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ MLA അനുവദിച്ച അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം ജനുവരി 7-ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിക്കും. അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. വേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാനായി കോടംവേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞിക്കണ്ണനെയും വർക്കിംഗ് ചെയർമാനായി PTA പ്രസിഡന്റ് ശശിധരനെയും ജനറൽ കൺവീനറായി HM ഭാസ്കരൻ മാസ്റ്ററെയും തെരഞ്ഞെടുത്തു. പെയിന്റ് ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാൻസർ നിർണയ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. അത് നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ടതാണ്. ഇപ്പൊ ഞാനിപ്പോ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉപയോഗിക്കാറില്ല, പ്ലേറ്റ് ഉപയോഗിക്കാറില്ല.
അത്തരം കല്യാണത്തിന് പോയാൽ ഭക്ഷണം കഴിക്കാണ്ട് വരും. ഓരോരുത്തരും തീരുമാനിക്കുക, ഇനി നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് വേണ്ട, പ്ലേറ്റ് വേണ്ട, പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഞാൻ വാങ്ങില്ല എന്ന്. അപ്പോൾ ഓരോരുത്തരും തീരുമാനിച്ച കാര്യം എത്രയും പെട്ടെന്ന് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. എല്ലാ ഓഡിറ്റോറിയക്കാരെയും ഇപ്പോൾ അതിൻ്റെ ഉടമകളെയും വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഓരോ വാർഡിനകത്തും ഓരോ സന്നദ്ധ സംഘടനകളെ കൊണ്ട് ആവശ്യമായ സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ മേടിച്ചു വെക്കുക, അത് കുടുംബശ്രീക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ ഒരാളെ ഇറക്കുക. എന്നിട്ട് ആ പ്രദേശത്ത് നടക്കുന്ന കല്യാണത്തിനൊക്കെ ഈ പ്ലേറ്റും ഈ ഗ്ലാസും കൊടുക്കുക. കുടുംബശ്രീക്ക് ഒരു വരുമാനമായി. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് മുഖ്യാതിഥിയായിരുന്നു. DMO ഡോക്ടർ AP ദിനേശ് കുമാർ രോഗി പുനരധിവാസ സംരംഭം ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ NP രാജൻ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ വിജയമുകുന്ദ്, PV രാജേഷ്, C പ്രഭാകരൻ, കുഞ്ഞിരാമൻ നായർ, ജോഷിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മൈം ജിമ്മിന്റെ നേതൃത്വത്തിൽ സൗജന്യ യോഗ പരിശീലനം തുടങ്ങി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് നടക്കുന്നത്. കാഞ്ഞങ്ങാട് മൈം ജിമ്മിന്റെ നേതൃത്വത്തിൽ സൗജന്യ യോഗ പരിശീലന പരിപാടി തുടങ്ങി. കൗൺസിലർ അജയ് കുമാർ നെല്ലിക്കാട്ട് അധ്യക്ഷനായി. ഹോസ്ദുർഗ് SI ബിജു പ്രകാശ് യോഗ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ഒരു തീരുമാനമാണ്. നമുക്കറിയാം, സർക്കാർ വകുപ്പുകളിലും മറ്റ് എല്ലാം തന്നെ ഇപ്പം യോഗ അഭ്യസിക്കുന്നത് നമ്മുടെ ടെൻഷൻ, മറ്റേ ജോലി സംബന്ധമായ പിരിമുറുക്കങ്ങളും നമ്മുടെ ആരോഗ്യ വർധനവും ആരോഗ്യത്തെ കാർന്നു നിന്ന അസുഖങ്ങൾ മാറ്റി നിർത്താനും ഒക്കെ യോഗ ഉപകരിക്കുന്നതിൽ ഒരു തർക്കവുമില്ല. യോഗ മാനസികമായും ശാരീരികമായും ഒരു മനുഷ്യന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ പ്രകൃതിയിൽ മനുഷ്യൻ എന്ന് പറഞ്ഞത് മറ്റുള്ള മൃഗങ്ങളെ പോലെ തന്നെ ആണ്. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ചിന്തിക്കാനും വിവേചന ബുദ്ധി ഏറെ ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ, M പോക്ലൻ, അഡ്വക്കേറ്റ് TK സുധാകരൻ, SP ഷാജി, പ്രവീൺ കുമാർ, വിപിൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 5ാം വാർഡിന്റെയും കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മൗങ്കാൽ കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വൃക്ഷത്തൈ വിതരണവും നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 5ാം വാർഡിന്റെയും കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. HR ശ്രീധരൻ അധ്യക്ഷനായി. ക്യാമ്പ് കോർഡിനേറ്റർ A രാധാകൃഷ്ണൻ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. PV രാജേഷ്, മുരളീധരൻ, H ഉത്തംചന്ദ്, HP ശാന്താറാം, അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വസ്മൃതി ഉണർത്തി കരിന്തളം കളരിയിൽ പടയേറ്. തച്ചോളി ഒതേനുമായി കരിന്തളം ഗ്രാമത്തിനുണ്ടായിരുന്ന ബന്ധം അനുസ്മരിക്കുന്ന ചടങ്ങാണ് പടയേറ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരിന്തളം ഗ്രാമത്തിലെത്തിയ ഒതേനൻ അന്നേ പേരും പ്രസിദ്ധിയുമുണ്ടായിരുന്ന കരിന്തളം ഗുരുക്കളുമായി പടപ്പുറപ്പാട് നടത്തി എന്നാണ് ഐതിഹ്യം. ഈ പടപ്പുറപ്പാടിനെ അനുസ്മരിച്ചുകൊണ്ടാണ് വർഷം തോറും വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ പടയേറ് നടത്തിവരുന്നത്. വ്രതശുദ്ധിയോടെ 15ഓളം ചെറുപ്പക്കാർ ചേർന്ന കാരാട്ട് ശാസ്താംകാവിൽ പോയി കത്തിയോ പണിയായുധങ്ങളോ ഉപയോഗിക്കാതെ കൈകൊണ്ട് ചെത്തി വൃത്തിയാക്കി കാരക്കകൾ ശേഖരിച്ച് വാളൂരിലെ മുത്തശ്ശിത്തൊണ്ടിൽ കുളിച്ച് പടപ്പുറപ്പാടിനായി എത്തുന്നു. 2 ചേരികളിലായി തിരിഞ്ഞ് കാരക്കേറ് നടത്തിയാണ് കരിന്തളം ഗ്രാമം പൂർവിക സ്മരണ പുതുക്കുന്നത്. അവിടുന്ന് രാവിലെ ബാല്യക്കാർ കാരാട്ടേക്ക് പോവുക എന്നുള്ളതാണ്. കാരാട്ട് പോയി കുളിച്ച് ചെത്തിക്കൂരി വൃത്തിയാക്കിയതിന് ശേഷം മുത്തശ്ശിത്തൊണ്ടിൽ വാളൂർ മുത്തശ്ശിത്തൊണ്ടിൽ കുളിച്ചതിന് ശേഷം ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് ഇവിടെ കാരക്കായി എറിയ മറുവശത്ത് തറവാട്ടിൽ നിന്ന് വരുന്ന യാദവ സമുദായത്തിലെ ബാല്യക്കാരുമായി യുവാക്കളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കാരക്കായി എറിയുക എന്നുള്ളൊരു പ്രാചീന സങ്കല്പമാണിത്. പ്രാചീന കാലത്ത് തച്ചോളിയോ തന്നെ വന്ന് ഇവിടെ പടപ്പുറപ്പാട് നടത്തിയിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങാണിത്. കരിന്തളം ഗുരുക്കളുടെ സിദ്ധികളെ ബഹുമാനിച്ച തച്ചോളി ഒതേനുള്ള ഉചിതമായ അനുസ്മരണം കൂടിയാണ് ഈ ചടങ്ങ്. കരിന്തളം തറവാട്ടിൽ കുമ്പളങ്ങ മുറിച്ച് കത്തിവെക്കുന്ന സമ്പ്രദായവും പുതിയ കാലഘട്ടത്തിലും മാറ്റമില്ലാതെ തുടർന്നു വരുന്നുണ്ട്. കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആചാരക്കാരും മറ്റും പടയേറ് വീക്ഷിക്കുന്നതിനായി എത്തിച്ചേരാറുണ്ട്. കരിന്തളം ഗുരുക്കളോടുള്ള ആദരവിന്റെ ഭാഗമായാണ് പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആചാരക്കാർ എത്തുന്നത്. കരിന്തളം ഗുരുക്കളോടൊപ്പമാണ് പറമ്പത്ത് ഭഗവതി കുണിയനിൽ എത്തിയത് എന്ന് ഒരു ഐതിഹ്യമുണ്ട്. ഈ ദിവസം കാരാട്ടുകാവിലേക്ക് കാഴ്ച എഴുന്നള്ളത്തും നടത്തിവരുന്നു. കാരാട്ട് ശാസ്താംകാവിലെ സ്വയംഭൂ പ്രതിഷ്ഠയ്ക്ക് ഇളനീരഭിഷേകം, മൂരിക്കാനം പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് മുന്നോടിയായുള്ള ദീപവും തിരിയും എഴുന്നള്ളത്ത് എന്നിവയും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു.
മഹോത്സവത്തിന്റെ ഭാഗമായി വിളക്കുപൂജ നടന്നു. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി വിളക്കുപൂജ ഭക്തിയുടെ നിറവിൽ നടന്നു. ഉപ്പിലിക്കൈ ചന്ദ്രശേഖരൻ ജ്യോത്സ്യൻ വിളക്കുപൂജയ്ക്ക് നേതൃത്വം നൽകി. നൂറുകണക്കിന് ആളുകൾ വിളക്കുപൂജയിൽ പങ്കെടുക്കാനായി എത്തി. തുടർന്ന് തായമ്പക അരങ്ങേറി. നീലേശ്വരം മോഹനമാരാരുടെ നേതൃത്വത്തിലാണ് തായമ്പക നടന്നത്. ക്ഷേത്ര മാതൃസമിതി അവതരിപ്പിച്ച തിരുവാതിര ഏറെ ശ്രദ്ധേയമായി. പുല്ലൂർ കേളോത്ത് വീട് തറവാട് കളിയാട്ടം സമാപിച്ചു. അനുഗ്രഹം ചൊരിഞ്ഞ തെയ്യങ്ങൾ അരങ്ങിലെത്തി. പുല്ലൂർ കേളോത്തോട് തറവാട് കളിയാട്ടം ഭക്തിയുടെ നിറവിൽ സമാപിച്ചു. അന്തിയണങ്ങും ഭൂതം, കാരണവൻ തെയ്യം, അടുക്കത്ത് ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, മുളവനൂർ ഭഗവതി തെയ്യങ്ങൾ കെട്ടിയാടി. അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. വീണച്ചേരി വടക്കേ വീട് തറവാട്ടിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. വീണച്ചേരി വടക്കേ വീട് തറവാട്ടിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി പൊട്ടൻ തെയ്യം, ചാമുണ്ടിയമ്മ, കുറത്തിയമ്മ, പാടാർകുളങ്ങര ഭഗവതിയമ്മ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. രാവണീശ്വരം ചെരക്കര തറവാട്ടിൽ കളിയാട്ടം സമാപിച്ചു. വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. രണ്ട് ദശകക്കാലത്തിന് ശേഷം രാവണീശ്വരം ചെരക്കര തറവാട്ടിൽ കളിയാട്ട ഉത്സവം നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട ഉത്സവത്തിൽ കാർണവൻ തെയ്യം, പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി, ധർമ്മദൈവമായ കാരിച്ചാമുണ്ടി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. കളിയാട്ടത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്ന ആവശ്യം. സഹകരണ മേഖലാ ജീവനക്കാരുടെ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ഭിക്ഷാടന മാഫിയക്കെതിരെ ബോധവൽക്കരണം. ചിത്താരിയിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. വനാവകാശ നിയമം നടപ്പിലാക്കണം. ആദിവാസി കൂട്ടായ്മ കാലിച്ചാനടുക്കത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിക്കായി നിർമ്മിച്ച AKTA ഭവൻ കോവൽ സ്റ്റോറിൽ തുറന്നു. ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന്റെ പാണത്തൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം. ജിംഗിൾ ബെൽസ് 2016 റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ തുടക്കമിട്ടു. കുട്ടിയെ അറിയാൻ സർവേ നടത്തി. കുട്ടികളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ സഹായങ്ങൾ എത്തിച്ച മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. തറവാടുകളിലും ദേവസ്ഥാനങ്ങളിലും കളിയാട്ടക്കാലം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി.
വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.